തിരുവനന്തപുരം ചിറയൻകീഴിൽ അമിത വേഗതയിലെത്തിയ സ്വകാര്യ ബസ് കാറിലിടിച്ച് അപകടം. 11ഓളം യാത്രക്കാർക്ക് പരിക്കേറ്റവരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പാലക്കാട് വല്ലപ്പുഴയിൽ സ്വർണ്ണ വ്യാപാരിയെ ആക്രമിച്ച പണം കവർന്ന കേസിൽ 2 പ്രതികൾ കൂടി പിടിയിലായത് നിരവധി മോഷണ കേസുകളിലെ പ്രതികളെന്ന് പോലീസ്. അന്വേഷണം ഊർജിതമാക്കി പട്ടാമ്പി പോലീസ്. തിരുവനന്തപുരം പൂവച്ചലിൽ ടൂറിസ്റ്റ് ബസ് ബൈക്കിലിടിച്ച് അപകടത്തിന് കാരണം ബസ് ഡ്രൈവറുടെ അശ്രദ്ധയെന്ന് നാട്ടുകാർ. കൊല്ലം ശാസ്താംകോട്ടയിൽ എക്സൈസിന്റെ മിന്നൽ പരിശോധനയിൽ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ കണ്ടെത്തി. ശാസ്താംകോട്ട എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ അബ്ദുൾ വഹാബ് നേതൃത്വം നൽകി. തൃശൂർ ചേലക്കരയിൽ പൊതുസ്ഥലങ്ങളിൽ സ്ഥാപിച്ച പരസ്യ ബോർഡുകൾ നീക്കം ചെയ്തു. നടപടി ഹൈക്കോടതി ഉത്തരവ് പ്രകാരം. ആനയെഴുന്നള്ളിപ്പിനും വെടിക്കെട്ടിനും കൊണ്ടുവന്ന കോടതി നിർദ്ദേശങ്ങൾക്കെതിരെ ജനകീയ പ്രക്ഷോഭം സംഘടിപ്പിക്കാൻ തൃശൂർ ഉത്സവാഘോഷ കമ്മിറ്റി. പ്രക്ഷോഭം തിരുവില്ലാമല, പൂക്കോട്ടുംകാവ്, താലപ്പൊലി കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ. കേന്ദ്ര സർക്കാർ ജീവനക്കാർക്ക് 8ാം ശമ്പള പരിഷ്കരണം നടപ്പിലാക്കണമെന്ന കോൺഫെഡറേഷൻ ഓഫ് സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയീസ് ആൻഡ് വർക്കേഴ്സ്. തിരുവനന്തപുരം ബാങ്ക് എംപ്ലോയീസ് ഹാളിൽ നടന്ന സമ്മേളനം MLA വി ജോയ് ഉദ്ഘാടനം ചെയ്തു.